ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദിവസത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. കഴിഞ്ഞ വീക്കെൻഡിൽ എന്തായിരുന്നു അനുമോൾ ചെയ്തത്? ഒരു കലം ചോറും ഒക്കെ ആയിട്ട് വന്നിട്ട് ലാലേട്ടനെ മുന്നിലേക്ക് ഇടുന്നു. എത്ര കപ്പ് അരിയാണ് ഇടേണ്ടത് എന്ന് പോലും ഇവർക്ക് അറിയത്തില്ല ലാലേട്ട എന്നുള്ള രീതിയിൽ വലിയ ജാട വർത്താനം പറയുന്നുണ്ടായിരുന്നു. അതും വെസല് ക്ലീൻ ചെയ്യാതെ. എന്നിട്ട് ഇന്ന് അക്ബർ പലിശ സഹിതം അനുമോൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അനുമോളാണ് ആദിലേനോട് പറഞ്ഞത് ഒരു 3.5 കപ്പ് അരി ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചോറ് ബാക്കി വന്നു. ഇത് അക്ബർ ചോദ്യം ചെയ്യുകയും അനുമോൾക്ക് വായിൽ നാക്കില്ലാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ പ്രശ്നത്തിലേക്ക് വരാം. അനുമോൾക്ക് ചോറിന് തത്തുല്യമായ കറി ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കറി കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. സാവ്മോനാണെങ്കിൽ ചോറ് കുറച്ച് മതി, പ്രോട്ടീനായ പയർ കുറച്ചധികം വേണം താനും. അപ്പം ആദില പറഞ്ഞു എല്ലാവർക്കും കൂടെ തത്തുല്യമായ കറി ഇട്ട് കൊടുക്കുക, വേണമെങ്കിൽ അവർ ചോറെടുക്കാൻ നേരത്ത് കറി ബാക്കി വെച്ച് കഴിച്ചോളുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണ് അവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്ന കാര്യം. കറി എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം. ചിലപ്പോൾ ചിലർക്ക് കറി ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ചോറായിരിക്കും ഇഷ്ടം. ചോറ് ബാക്കി വന്നാൽ എടുത്ത് ഫ്രിഡ്ജ് വെക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ അനുമോളുടെ ധാഷ്ട്യമാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയാം. ഇത് അനുമോളുടെ സ്ഥിരം പരിപാടിയാണ്. 3-4 പ്രാവശ്യമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് ഒരു ജോലി കൊടുത്തിട്ട് അത് ചെയ്യാതിരിക്കുന്നത്. ഇതിനൊന്നും ലാലേട്ടനും പറയാനുണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PR നന്നായി കളിപ്പിക്കുന്നുണ്ട്, അതിനനുസരിച്ച് വോട്ടും കൊടുക്കുന്നുണ്ട്, പിന്നെ അഹങ്കാരമാവാലോ. ഈ ഒരു ഇഷ്യൂയോടെ ഒരു കാര്യം സംഭവിച്ചു. ആദില നൂറ എക്സ്പോസ്ഡ് ആയി. ഈ എക്സ്പോസ്ഡ് ആവുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ കുറച്ച് പുറകോട്ട് പോകണം, ശൈത്യയുടെ കാലഘട്ടത്തിലേക്ക്. ശൈത്യ ശരിക്കും പറഞ്ഞാൽ ജെന്യുവിനായിട്ടുള്ളൊരു ഫ്രണ്ടായിരുന്നു അനുമോളുടെ. പക്ഷേ അനുമോളുടെ വൃത്തികെട്ട സ്വഭാവം കാരണം ശൈത്യ മാറിപ്പോവുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ജെന്യുവിൻ ഫ്രണ്ടായിരുന്നു ശൈത്യ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ശൈത്യ നോമിനേഷൻ വന്നാലും ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുക എല്ലാ പ്രാവശ്യവും. അതിൻ്റെ കുട്ടൻസ് മനസ്സിലാക്കിയ ആദിലയും നൂറയും അനുമോളായിട്ട് വലിയ ഫ്രണ്ട്സ് ആവുന്നു. ഇത് അക്ബർ അടക്കം അന്താളിച്ചു പോയ ദിവസമായിരുന്നു അന്നൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ആദില നൂറ അനുമോളുടെ വോട്ടിൽ തന്നെയാണ് കണ്ണു വെച്ചിരുന്നത്. പക്ഷേ പോകെ പോകെ ഇവരുടെ ബോണ്ടിങ് വർദ്ധിച്ചു. ബോണ്ടിങ് വർദ്ധിച്ചപ്പം ഇവർ നോർമലി സംസാരിക്കുക, നോർമലി നല്ല റിലേഷനിലായി. പക്ഷേ ഇത് എക്സ്പോസ്ഡ് ആവുന്നത് ഇന്നത്തെ ദിവസമാണ്. അതാവാനുള്ള കാരണം ഈ ഇഷ്യൂ ആണ്. ഇതെല്ലാവർക്കും ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. പക്ഷേ അനുമോൾക്ക് ചിന്തിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു എന്ന് മാത്രം. ഇനി വോട്ടിന് വേണ്ടിയിട്ടാണ് ആദില നൂർ അനുമോളുടെ പുറകെ നിൽക്കുന്നത് എന്ന് പറയാനുള്ള കാരണങ്ങൾ ഇതാണ്. അനുമോളായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ അനുമോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇവർ സപ്പോർട്ടായിട്ട് നിൽക്കും. അതേപോലെ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞ് അങ്ങ് നശിപ്പിക്കും. ഇതാണ് ആദില നൂറ എടുത്തുകൊണ്ടിരുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഷാനവാസും ആദില നൂറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഷാനവാസിനായിരുന്നു ഇവരെ കൊണ്ട് ആവശ്യം. ഇവർ മാനിപ്പുലേറ്റ് ആയിട്ട് അക്ബറിനെ കുറിച്ച് 4 കുറ്റങ്ങളൊക്കെ പറയും, എന്തും തോന്നിയത് വിളിച്ചു പറയും. സോ ഷാനവാസിനെ ഇവരെ ആവശ്യമായിരുന്നു. അതാണ് ഈ പെങ്ങളൂട്ടി ബോണ്ടിങ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ പണി കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്. അനുമോളുടെ PR ആദില നൂറേനെയും കൂടെ ഒരു സൈഡിൽ കൂടെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അനുമോൾക്ക് കിട്ടേണ്ട വോട്ട് കൂടെ ആദില നൂറ കുറച്ചങ്ങ് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് രണ്ടും 2 നിലപാടായി മാറും. അതായത് ഈ പട്ടാ ഗേൾസിൻ്റെ ഒരു ഗ്യാങ്ങിനെ ഫേവർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ PR കാരണം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസസ് ആർ ഹൈ. ഇനി അടുത്തതായി എക്സ്പോസ് ആയത് സാബുമാനാണ്. സാബുമാൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട് ലൈക്കബിൾ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ ചെയ്യുന്നത് ഭാരതംകളി തന്നെയാണ്. ഇത് നെവിനാണ് എക്സ്പോസ് ചെയ്തത്. നെവിൻ്റെ പരിപാടിയാണിത്. നെവിനായിട്ട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംസാരം നടക്കുന്നുണ്ടെങ്കിൽ നെവിൻ അവിടെ പോയി കേൾക്കും. അതെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അതങ്ങ് പൊട്ടിക്കും. ഇതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്. അത് സാബുമാന് സംഭവിച്ചപ്പോൾ സാബുമാൻ അത് സഹിക്കാനായില്ല എന്ന് പറയേണ്ടി വരും. ആദില തന്നെ പറയുന്നുണ്ടായിരുന്നു അക്ബർ പല കാര്യങ്ങൾ സാബുമാനോട് പറഞ്ഞത് ആദിലേനോട് പോയി പറയുന്നുണ്ട്. പക്ഷേ സാബുമാൻ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത് എന്ന് മാത്രം. ഇപ്പോഴും ഇങ്ങനെ സേഫ് ഗെയിം കളിച്ചിരിക്കുന്ന ഒരാളെ വെച്ചുകൊണ്ടിരിക്കണോ എന്നാണ് എനിക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നിങ്ങളാണ് അനുമോളെ ഇത്രയും വഷളാക്കിയത്, അഹങ്കാരമുള്ള ഒരാളാക്കി തീർത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡേഞ്ചർ സോണിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മനമാറ്റമൊക്കെ ഉണ്ടായേനെ. ഇതിപ്പോൾ ലാൽസാർ പോലും ഒന്നും പറയാതായിപ്പോയി. വെളുപ്പീരല്ലേ VR പുറത്ത് കിടന്നിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെൻ്റെ പെർസ്പെക്റ്റീവാണ്. എനിക്കിന്ന് കണ്ടപ്പം ഞാൻ കാണുന്ന കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ഇത്രയും ദിവസം കണ്ട വീഡിയോസ് വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടാണ് ഇനി ഒരു കാര്യം പറയാൻ പോകുന്നത്. നമ്മുടെ അനുമോളുടെ PR നമ്മുടെ അക്ബറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആര്യനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അനീഷിനെ കോൺടാക്ട് ചെയ്തായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഡേ 1 തൊട്ടുള്ളൊരു സംശയമായിട്ട് എനിക്കിപ്പോൾ മാറിയിട്ടുണ്ട്. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബു മോൻ ആദ്യ ദിവസം ബിഗ് ബോസ് ഹൗസിൽ പോയപ്പം ഭയങ്കര വിറയലായിരുന്നു, ഭയങ്കര ആങ്സൈറ്റി ഇഷ്യൂസ് എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. പക്ഷേ അനീഷ് അവിടെ പോയപ്പോൾ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു എന്നാണ് സാബുമോൻ അടക്കം പറഞ്ഞത്. അതിൻ്റെ അന്ന് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നത് അനീഷാണ്, രണ്ടാമത് വന്നത് അനുമോളാണ്. അവിടെയുള്ളൊരു കോൺവെർസേഷനിലാണ് എല്ലാവരും അനീഷിനെ ശ്രദ്ധിക്കുന്നത്. അനുമോൾ കയറി വരുമ്പം ബിഗ് ബോസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരെയും കയറ്റാൻ പാടില്ല, ഇത് എൻ്റെ ഏരിയ ആണെന്നാണ് അനുമോളോട് പറയുന്നത്.
അപ്പം ബിഗ് ബോസ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അനുമോൾ ഒരു തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത് വരുമ്പം അനീഷ് ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോന്ന്. മനസ്സിലായില്ല എന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോന്ന്. ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല, വലിയ സൗന്ദര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്ന സംശയം. പിന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ അനീഷ് തമ്മിൽ ഒരു അടി ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പലപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അനീഷ് സംസാരിച്ചിട്ടുള്ളത്. ഇനിഷ്യലി ഒരു കോമണറായി വന്ന ഒരാൾക്ക് കിട്ടേണ്ട ഒരു വരവേൽപ്പ് അതിൽ ഉപരിയായിട്ടാണ് എനിക്ക് അനീഷിന് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ അപ്പാണി ഉണ്ടായിട്ട് കൂടി ഞാൻ ഇതെല്ലാം കൂട്ടി വെച്ച് വായിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റായിരിക്കാം, ഈ കൂട്ടി വെച്ചിട്ട് ഗണിച്ച് നോക്കുന്ന പരിപാടി. പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നിയോ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് നിങ്ങൾ വ്യക്തമാക്കുക. ഇത് എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. ഇതിൻ്റെ തെളിവൊക്കെ പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സീക്രട്ട് ഏജൻറ്റിനോടൊക്കെ ചോദിക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്നെല്ലാവർക്കും ക്യാഷ് കൊടുത്തത് കാശുമേള എന്ന് പറഞ്ഞ വിവിധങ്ങളായ ടാസ്കിലൂടെയാണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് പണക്കാറ്റ് എന്ന ടാസ്ക് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതിനുശേഷം കുഴിപ്പണം എന്ന് പറഞ്ഞ ടാസ്ക്, വട്ടപ്പണം എന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും കൂടെ ഏറ്റവും കൂടുതൽ റുപ്പീസ് ലഭിച്ചത് നമ്മുടെ അക്ബറിനാണ്. ഏകദേശം 30,000 രൂപയാണ് ലഭിച്ചത്. പിന്നെ ഷാനവാസ് നന്നായി കളിച്ചിരുന്നു. ഏറെക്കുറെ എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. സംഭവ ബഹുലം തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. ഞാൻ പറഞ്ഞതുപോലെ അക്ബറും നെവിനും അവിടെ വെറുതെ ഇരുന്നാൽ മതി, ഇവർ കുളമാക്കാനുള്ളത് കുളമാക്കിയിരിക്കും. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.